കൊറേ ആൾക്കാരായി ചോദിക്കുന്നു ഉള്ളി സാമ്പാർ എങ്ങനെയാ ഉണ്ടാക്കാന്ന്. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ഇട്ടൊന്ന് ഉള്ളി സാമ്പാർ മലപ്പുറം കൂടി ഒന്നിച്ചിട്ടുള്ള ഉള്ളി സാമ്പാറാണ്. ഇത് ശരിക്കും ഇഡ്ലി ദോശ അങ്ങനെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉള്ളി സാമ്പാർ. പിന്നെ അധികം വെള്ളത്തോട് ഇങ്ങനെ വെക്കില്ലല്ലോ. അതെ അതെ, ഊണിനാകുമ്പത്തിരി വെള്ളം. പിന്നെ ഉള്ളി ചോറിന് ഉള്ളി സാമ്പാർ ചോറിന് അത്ര ഒരു കോമ്പിനേഷൻ. അതെ അതെ അതെ. ഇത് ഓൺലി അതെ ചെറിയ ഉള്ളി കൊണ്ടുള്ള സാമ്പാറാണ്. ഇത് മണം തന്നെ വേറെ. അതെ അതെ. ഇത് എന്റെ സ്റ്റൈലിലും എന്റെ അമ്മയുടെ സ്റ്റൈലിലും കൂടിയിട്ട് രണ്ടും കൂടി അതെ മിക്സ് ചെയ്തിട്ടാ വെക്കണേ. അപ്പൊ അതിൽ ആദ്യം നമ്മള് പരിപ്പിടുക, സാധാരണ വെക്കുന്ന മാതിരി തന്നെ ഒരു 1.5 കൈ പരിപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഈ പരിപ്പില് നമ്മൾ ഒന്നും ഇടില്ലല്ലോ, വെറുതെ പരിപ്പ് വേവിക്കല്ലേ. വെറുതെ പരിപ്പ് വേവിക്കാണ്. അല്ല നമ്മള് ചെറിയ വേണമെങ്കിൽ 2 ഉള്ളി ഇട്ടാ അതിന്റെ ഒരു മണം ഉണ്ടാവും. അത്ര വേണം. ശരി, എല്ലാ സാമ്പാറിലും അതെ. അതെ. ഈ പരിപ്പിന്റെ ഒപ്പം 2 ഉള്ളി കഴുകിയിട്ട് ഇടുമ്പോ 2 ചെറിയ ഉള്ളിയും കൂടി പോരെ. മതി മതി 2 എണ്ണം. ഏത് സാമ്പാറിലും ഞാന് മറ്റേ സാമ്പാറിലൊക്കെ വലിയ ഉള്ളി അപ്പൊ ഞങ്ങള് രണ്ടാളും കൂടി ആയോണ്ടേ പണി വേഗം കഴിയുന്നുണ്ട്. ഒരാള് കഷ്ണം നുറുക്കുക, ഒരാള് ഉണ്ടാക്കുക. ഉപ്പ് ഇതും കൂടി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വേവിക്കുന്നുണ്ട്. ഇതില്ലേ ഇവിടെ ഈ പൊന്തി വരാണ്ടിരിക്കാനേ പരിപ്പ് ഇവിടെയും ഇവിടെ ഇങ്ങനെ തേച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരില്ല. എന്തെണ്ണയിലും കുഴപ്പമില്ലല്ലോ. വെളിച്ചെണ്ണ ആവുമ്പോ കുറച്ച് സാധനം കൂടുതലുണ്ടാവും. പിടിക്കില്ല. അതാണ് ഇവിടെ മറ്റേത് ചെറുക്കി ഇങ്ങനെ പിടിക്കൂല. അപ്പൊ ഇത് ജയന്റെ അമ്മയുടെ ടിപ്പാണ് കേട്ടോ. അതെ, നമ്മള് ഈ ഇതില് പരിപ്പില് പാരിയാണ് കണ്ടിക്കുന്നത് അല്ലേ. അതിലൊഴിച്ചാലും അല്ല, എന്നാലും അതിലൊഴിച്ചാലും ഇത് പിടിക്കും. ഇത് പിടിക്കില്ല. ഇതിപ്പോ ഇങ്ങനെ നിക്കില്ല. അങ്ങനെ നമുക്ക് കഴുകാൻ നമുക്ക് കുക്കറിന്റെ അടുപ്പ് കഴുകാൻ അല്ലേ. പഠിക്കില്ല. ശരി. നമ്മൾ ഉരച്ച് ഇതാവണ്ട. ഒരു 2-3 സ്റ്റീം വരട്ടെ, എന്നിട്ട് ഓഫ് ചെയ്യാട്ടോ. ഇനി ഉള്ളി സാമ്പാറിന് ഞാനൊക്കെ ഉള്ളി എന്താ ചെയ്യാച്ചാ പരിപ്പ് ഇട്ടിട്ട് പരിപ്പ് വേവിച്ചു കഴിഞ്ഞാൽ ഇതും തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വിസിൽ വയ്ക്കും. അതെ. അപ്പൊ ഇത് ജയന്റെ അമ്മയുടെ ഉള്ളി സാമ്പാറിന് ഒരു പ്രത്യേക സ്വാദം. അപ്പൊ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതെന്താ ചെയ്യാ, ഇതൊന്ന് നന്നായി വെളിച്ചെണ്ണയിൽ വഴറ്റും കേട്ടോ. അപ്പൊ ഇത് ഒരു 1/2 കിലോ ഉണ്ടാവും. 1/2 കിലോ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിക്ക് ഏറ്റവും വലിയ ഇതെന്താ വെച്ചാൽ ഒന്ന് നേരെയാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. അതെ. അപ്പൊ ഇതൊന്ന് നന്നായി വഴറ്റി എടുക്കട്ടെ കേട്ടോ. വെളിച്ചെണ്ണ കട്ടയിട്ടേ തണുപ്പ് കാരണം കട്ടയായി. അതിപ്പോ ഈ കുപ്പിയിലായ വലിയ ബുദ്ധിമുട്ടായി. ഇനി വലിയ ഇങ്ങനെ വായവട്ടുള്ള കുപ്പിയിലേക്ക് വെക്കണം. അതെ, കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. വെള്ളം ഉണ്ടായിരുന്നു ഇല്ല, നല്ലോണം വഴില്ലെന്നോ. ഒരു വിധം കളറ് മാറുന്ന വരെ വേവാൻ. പിന്നെ എന്താണ് മസാല പറഞ്ഞാൽ മതിയല്ലേ. ഇതിലെന്നെ തക്കാളി ഇടുന്ന വേണ്ട അല്ലേ. അല്ല, നമ്മള് കുക്കറിലല്ലേ വെക്കണേ. അതെ. അപ്പൊ എനിക്ക് ഇട്ടാ മതി. ഇതിപ്പോ ആയിട്ടോ, ഒരു വിധമായി. ഇനി ഇത് ഒഴിക്കട്ടെ കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതിൽ തന്നെയാണ് ഞാൻ മസാല വറുക്കുന്നത്. ഇത് ഓഫ് ചെയ്യട്ടെ. ഇനി 2 ചെറിയ ഉള്ളി കറിവേപ്പിന്റെ ഇലയും കൂടി. ഇതിലൊരു സ്പൂണ് ഉലുവ ഇടുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടട്ടെ കേട്ടോ. ഇനി 2 ചെറിയ ഉള്ളി കറിവേപ്പിന്റെ ഇലയും കൂടി. അപ്പൊ ഞങ്ങള് രണ്ടാളും കൂടി ആയോണ്ടേ പണി വേഗം കഴിയുന്നുണ്ട്. ഒരാള് കഷ്ണം നുറുക്കുക, ഒരാൾ ഉണ്ടാക്കുക. ഇതിലൊരു 1/4 മുറി നാളികേരം ഇടുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി വറക്കണം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കായം ഇടില്ല. ഇടുന്നവരുണ്ടാവുമായിരിക്കാം. പക്ഷെ ഉള്ളി സാമ്പാറിന് കായം ഞാനിടില്ല. ഇനിയിപ്പോ ഉണ്ടോ ആണോ ഇഷ്ടമുള്ളവർക്ക് ഇടാം. അതെ, കായം ഇടുന്നില്ല പറഞ്ഞ ജയന്റെ അമ്മ സാമ്പാർ പൊടി ഇടാറില്ലേ. അതിലുണ്ടാവും. പക്ഷെ ഞാൻ എന്താണ് ഉള്ളി സാമ്പാറിന് മാത്രം മറ്റേതിലൊക്കെ ഇടും. ഇതിലെന്താണാവോ ഞാൻ അങ്ങനെ ഇടാറില്ല. അത് ഞങ്ങളുടെ അവിടെ പാചകത്തിന് മുമ്പ് വന്ന ഒരാളെ
പറഞ്ഞിട്ടുണ്ട് ഉള്ളി സാമ്പാറില് അവിടുത്തെ സ്റ്റൈലാണോന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന് ശേഷം ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും കണ്ടില്ല. ആ കായത്തിന്റെ വേണല്ലേ? അല്ല കായത്തിന്റെ സാമ്പാർ പൊടി ഇടും ഞാന്. അതില് വേണമെങ്കിൽ ഉണ്ടാവും. അല്ല അതില്ലാണ്ട് ഉണ്ടാക്കും. സാമ്പാർ പൊടി ഇല്ലാണ്ട് ഉണ്ടാക്കും. മതിയാവും. മതിയാവില്ലേ? ഒരു സ്പൂൺ ഇട്ടാ മതിയല്ലേ? ഇത് മതി മതി. മറ്റേത് ഉണ്ടല്ലോ. ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. 1 സ്പൂണ് മുളക് പൊടി. ഇതിന്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് വേണം നമുക്ക് സാമ്പാർ പൊടി ഇടാൻ. സാമ്പാർ പൊടി വേറെ ഇടും. ഇത് കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. മറ്റേത് ഇത് മാത്രമാകുമ്പോ നമ്മള് 2 സ്പൂൺ കുറച്ച്. ഇതിനൊന്നിനും വലിയ അളവൊന്നുമില്ല. ഒന്നിനും വലിയ അളവില്ല. ഇത് 2 സ്പൂൺ ഇടണ്ടേ. അപ്പൊ സാമ്പാറിന്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനി നന്നായി അരയ്ക്കണം. ചൂടാറട്ടെ. ഇപ്പൊ പരിപ്പൊക്കെ നന്നായി വെന്തുടങ്ങി കേട്ടോ. പരിപ്പും ഉള്ളിയും ഒക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇടാം. ഇനി ഇത് വെയിറ്റ് വെക്കണ്ടല്ലോ. വേണ്ട. തക്കാളി, ഇത് മുഴുവൻ ഇടല്ലേ? ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ചെറുതായ എങ്കിൽ വലുതാച്ച 1 മതി. ഇതൊന്ന് നന്നായി തിളക്കട്ടെ. ഉപ്പിടണം. ഒരു 1.5 സ്പൂണ് ഉപ്പിടുന്നുണ്ട്. ഇത് നന്നായി തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് പോരെ പുളി വരല്? ഒന്ന് തിളച്ചിട്ട് ഇനി പുളി ഒഴിക്കാട്ടോ. ഉള്ളി ഒരുവിധം വെന്തിട്ടുണ്ട്. പുളി അധികം പറയണ്ട അല്ലേ? അല്ലേ? പിന്നെ അല്ല തക്കാളി ഉണ്ട്. പിന്നെ ഉള്ളിയിൽ അത്ര അധികം പുളി പിടിക്കില്ല. നീ നോക്കി നോക്കൂ എന്തൊക്കെ തക്കാളി വെന്തൂലോ അല്ലേ? പുളി ഒന്ന് തിളച്ചാ അത് ഒഴിക്കാം. ഇനി മസാല ഒഴിക്കല്ലേ? വെള്ളത്തിൽ കുറവ് തോന്നും. പുളി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല വരാം. ഇതിലിനി ഒരു കഷ്ണം ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. പച്ചമുളക്. ഇനി ഒരു 2 പച്ചമുളക് ഇടുന്നുണ്ട്. കരിവേപ്പിന്റെ ഇല, മല്ലിച്ചപ്പ്. അതിന് കുറച്ച് വറുത്തത് കഴിഞ്ഞ് ഇടും. കരിവേപ്പിന്റെ ഇല ലാവിഷായിട്ടുണ്ട്. നമ്മള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, ഇഷ്ടം പോലെ ഇടാം. അത് നന്നായി തിളച്ചു. ഉപ്പ് നോക്കിയോ? ഉപ്പില്ലേ? എല്ലാം റെഡി. ഇനി ഓഫ് ചെയ്യട്ടെ കേട്ടോ. കടുകും മുളകും കൂടിയിട്ട് ഇവിടെ കുറച്ചും കൂടി കരിവേപ്പിന്റെ ഇല ഇടുന്നുണ്ട്. ചെറിയ കടുക്. അതുകൊണ്ട് എന്താ വെച്ചാൽ അത് പൊട്ടി വരുമ്പോഴേക്കും സ്റ്റവ് മുഴുവനായിട്ടുണ്ടാവും. നമ്മുടെ നാട്ടില് വലിയ കടുകിന്റെ മണിയെ കിട്ടുക. ഇവിടെ വളരെ ചെറുതാണ്. ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല മണം. ഇഡ്ഡലി ഉള്ളി സാമ്പാർ റെഡി. അപ്പൊ ഇഡ്ഡലിയും പിന്നെ ഉള്ളി സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കട്ടെ. നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചെറിയ ഉള്ളി നേരെയാക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ മേടിക്കാനും കിട്ടും അങ്ങനെ നേരെയാക്കിയത്. അത് ഒരു പ്രത്യേകം എന്താണ് എൻ്റെ അമ്മയുടെ സ്റ്റൈലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായം പറയുക.
ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, Okay, ഗുഡ് bye. നൈറ്റ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു 9 മണിയൊക്കെ ആയിരുന്നു, 9-9:30 ആയി. അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഇവിടെ രാമേശ്വരം കഫേയിൽ വന്നു, ഇന്ദിരാനഗറിൽ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ കഫേയിൽ വരുന്നത്. ഇവിടുന്ന് ഓർഡർ ചെയ്ത് വരുത്തി കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ വന്ന് കഴിക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ്. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇരുന്നിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന, ഇരുന്നിട്ട് കഴിക്കലില്ല, ആകെ 2 ടേബിൾ ഇരിക്കുകയുള്ളൂ. കാരണം ഇരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് എല്ലാവരും നിന്ന് പോയി ബില്ലാക്കുക, പോയി വാങ്ങുക, നിന്ന് കഴിക്കുക. പക്ഷെ അടിപൊളിയാണ്. എന്തൊരു തിരക്കാന്ന് നോക്കൂ, എന്താണ് ഇവിടുത്തെ തിരക്ക്. പിന്നെ പുറത്തിരുന്നിട്ട് കൂടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്തെല്ലാം അടിപൊളി സംഭവമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ ഒരു സ്ഥലത്തും കൂടി ഉണ്ട്, പക്ഷേ അവിടെയും ഞങ്ങൾ പോയിട്ടില്ല. ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് വീട്ടിൽ നിന്ന് കഴിക്കും. കാരണം ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞിട്ട്. ഇതൊരു നല്ലൊരു ഇതായിരുന്നു, നല്ല ടേസ്റ്റി. കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നല്ല അവരുടെ ഇത് കണ്ടോ, പാചകം ചെയ്യുന്ന സ്ഥലമൊക്കെ നല്ല നീറ്റാണ്, നല്ല നീറ്റ്. എന്തോ കോഫിയൊക്കെ അടിപൊളി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തിരുന്നിട്ടും ആൾക്കാർ കഴിക്കുകയാണ്, അത്രയും ഫ്രഷാണ്.